ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ? ഇതിന്റെ പേരാണ് ഉത്തരവാദിത്വം. ഇതേ അമ്മ സൂക്ഷിച്ചിരുന്ന താക്കൽക്കൂട്ടം. ഇതെന്നെ ഏൽപ്പിച്ചു. കണിമംഗലം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനായിട്ടാ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കതിൽ ഒരു അത്ഭുതവുമില്ല. കുടുംബകാര്യങ്ങൾ ഏറ്റെടുക്കാൻ തനിക്ക് പൂർണ്ണ യോഗ്യത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാ അമ്മ അങ്ങനെ ചെയ്തത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, അമ്മ സമ്മതിക്കണ്ടേ? അതൊന്നും വേണ്ടോ. ഇത് തന്റെ കയ്യിലിരിക്കട്ടെ. വലിയ വലിയ പദവികൾ നമ്മളെ തേടിയെത്തുന്നത് ഒരു രസമുള്ള കാര്യമല്ലേ? പക്ഷേ രസിക്കാത്ത ചിലരുണ്ടല്ലോ, അവരെ ഓർക്കുമ്പോ നല്ല പേടി തോന്നുന്നുണ്ട്. അവരോട് താൻ പോവാൻ പറ. എന്തായാലും കുടുംബനാഥ ഇങ്ങോട്ട് നീങ്ങി നിന്നേ, ഞാനൊന്ന് കാണട്ടെ. കണിമംഗലം കുടുംബത്തിന്റെ മൊത്തം ഭാരം ചുമക്കുന്ന ഒരാൾക്ക് ഇത്രയും ഗൗരവം പോരാ. ഇത്ര ഗൗരവം മതിയോ? വേണമെങ്കിൽ കുറച്ചുകൂടി ആവാം. വരുൺ, ഈ നേരത്തെ എവിടെയാ പോകുന്നേ? ഇന്നലെയും പോകുന്ന കണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയാണോ തന്നിഷ്ടത്തിന് നടക്കുന്നേ? താൻ കൊള്ളാലോടോ. അതെ, നമുക്കൊരു 2-3 മക്കളൊക്കെ ആയി കഴിഞ്ഞാലേ ആ പിള്ളേരെ താൻ വരട്ടി കൊല്ലുമല്ലോ. അയ്യോ വേണ്ടേ, നമുക്ക് അങ്ങനത്തെ ഗൗരവം ഒന്നും വേണ്ട. നമ്മൾ ചെറിയ ആളുകളല്ലേ. അങ്ങനെ ചെറിയ ആളായി അടുക്കള കാര്യങ്ങൾ മാത്രം നോക്കി കുടുംബിനിയായിട്ട് കഴിഞ്ഞുകൂടിയാൽ മാത്രം പോരാ. പിന്നെ തന്നെ ഈ ലോകം അറിയണം. ഈ ലോകം മുഴുവൻ ആരാധിക്കണം. എങ്ങനെ? അല്ല, എന്താ ഇപ്പൊ അങ്ങനെ സംഭവിച്ചാല്? എടോ, നാളെ താൻ ശ്യാമാ മേഡത്തിനെ പോലെ ലോകം മുഴുവൻ അറിയുന്ന ഒരു പാട്ടുകാരിയാവില്ലെന്ന് ആര് കണ്ടു? തനിക്കതിനുള്ള കഴിവുണ്ടല്ലോ. ഇനി അതൊന്ന് തെളിച്ചെടുത്താ പോരെ? പിന്നെ നോക്ക്, താൻ നോക്കിക്കോ. തനിക്ക് സകല പിന്തുണയും തന്ന് ശ്യാമാ മേഡത്തിനെ പോലെ ഒരു പൊസിഷനിൽ തന്നെ ഞാൻ എത്തിക്കും. എന്താണ് ഈ ശ്യാമ മാഡത്തിനെ പോലെ എന്ന് പറയുന്നേ? അതോ, തന്നെ കുറിച്ച് ആളുകൾ എന്തൊക്കെയാ പറയുന്നേ? തന്നെ കാണാൻ ശ്യാമാ മേഡത്തിനെ പോലെ ഉണ്ട്. താൻ പാടിക്കഴിഞ്ഞപ്പോ പറഞ്ഞതോ ശ്യാമാ മേഡത്തിന്റെ അതേ സ്വരം, അതേ ഫെയിം. പിന്നെ അത് മാത്രമല്ല, താൻ ശ്യാമാ മേഡത്തിന്റെ ഡൈഹാർഡ് ഫാനല്ലേ? എടോ, നമ്മൾ ഒരാളെ ഭ്രാന്തമായിട്ട് ആരാധിക്കില്ലേ? അയാൾക്ക് വേണ്ടി വേണമെങ്കിൽ ചത്ത് കളയാന്നൊക്കെ തീരുമാനിക്കില്ലേ? അങ്ങനെയല്ലേ തനിക്ക് ശ്യാമ മേഡത്തിനോട്? അത് ശരിയാ. ശ്യാമ മാഡം ശരിക്കും എന്റെ മനസ്സ് ദൈവം തന്നെയാ. ശ്യാമ മാഡം എല്ലാ അർത്ഥത്തിലും തനിക്ക് ദൈവം തന്നെയാ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞേ. താൻ ശ്യാമ മേഡത്തിനെ പോലെ ലോകമറിയുന്ന ഒരാളാവണം. കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും തന്നെ ഞാൻ അവിടെ എത്തിക്കും. കേട്ടോടോ കുടുംബനാഥേ.